സാറ് കണ്ടോ ഈ കാഴ്ച? ഗണപതി നാരങ്ങ. മാക്രി എൻ്റെ കൂടെ 2.5 വർഷം വീട്ടിൽ താമസിച്ച ഒരു കഥയുണ്ട്. വിജനമായി കിടക്കുന്ന ഏത് സ്ഥലത്ത് കണ്ടാലും ഞാൻ പോയി ചെടികൾ നടും. കാര്യം എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനത്തെ കാര്യം ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാര്യം അതെന്താണ്, അശ്ലീലം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് കുടുംബത്തിൽപ്പെട്ടവർക്ക് ഉള്ളതല്ല. ഇപ്പം ഞാനും മത്സ്യങ്ങളും പട്ടിക്കുട്ടിയും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ഫാഷൻ ഷോസിന് പങ്കെടുക്കുക. ഇപ്പം ചെയ്തില്ലെങ്കിൽ ഇനി എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് എന്തിനാണ് കുഴിമാടത്തിലേക്ക് പോകുന്നത്? പക്ഷേ അവനിപ്പം ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചുപോയി, അൺനാച്ചുറൽ ഡെത്ത്. അപ്പോൾ ഈ ഇതിലിങ്ങനെ ഒഴിക്കാൻ ഞാൻ പറയാം, അരവിന്ദേ നിൻ്റെ ഓർമ്മയാണ്. പ്രണയപക്ഷികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രണയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരിങ്ങനെ പ്രണയിച്ചുകൂടെ? എപ്പോഴും മനുഷ്യരുടെ പ്രണയം താൽക്കാലികമാണ്, പക്ഷെ പ്രണയപക്ഷികളുടെ പ്രണയം അവർ മരിക്കും വരെ പ്രണയമാണ്. ഒരു 10-15 മരങ്ങൾ ഞാൻ നട്ടതാണ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി സ്നേഹിയും കലാകാരിയും മനുഷ്യസ്നേഹിയും മോഡലുമൊക്കെയായി പ്രവർത്തിക്കുന്ന ജസീന്ത മോറിസിൻ്റെ അടുത്താണ്. നമുക്ക് ജസീന്ത മോറിസിനെ പരിചയപ്പെടാം. കഥാകൃത്ത്, നോവലിസ്റ്റ്, കവി, പരിഭാഷക, നടി, സംവിധായിക തുടങ്ങിയ മേഖലകളിൽ സജീവ സാന്നിധ്യം. 23-ാമത്തെ വയസ്സിൽ ഏജീസ് ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ചു. 3 ഭാഷകളിലായി എഴുതുന്നു. കലാലയ ജീവിത കാലം മുതൽ കലാരംഗത്ത് തുടരുന്നു. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകളിലായി 20 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. രാജ്യാന്തര പുരസ്കാരങ്ങളടക്കം 65-ൽ പരം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം മാഡം. നമസ്കാരം. ചിത്രശലഭങ്ങളാണല്ലോ വരച്ചിരിക്കുന്നത്. മാഡമാണോ വരച്ചത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടൊരു സ്വർഗം എന്നാണ് പറയുന്നത്. വീട്ടിലൊരു സ്വർഗം ആക്കണമെങ്കിൽ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെടികളും മരങ്ങളും ഒക്കെ ആണല്ലോ. പിന്നെ അടുത്തത് വീടിൻ്റെ ഒരു സ്ട്രക്ചർ. ഇപ്പം ഇത് ഒരു ചെറിയ വില്ല തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ വീട്ടിൽ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിന് മുൻപാണ് ഞാനിതെല്ലാം പ്ലാൻ ചെയ്തത്. വീട്ടിൽ വന്ന് കയറുമ്പം തന്നെ ഒരു പൂങ്കാവനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിന്. അപ്പോൾ അതിൽ പൂങ്കാവനായ പൂമ്പാറ്റകളുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീട് പെയിൻറ്റ് ലാസ്റ്റ് റിട്ടയർമെൻറ്റിന് മുൻപ് എല്ലാം ഒന്ന് മോടി പിടിപ്പിച്ച് പെയിൻ്റ് അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആളോട് പറഞ്ഞു എനിക്ക് നിറയെ ചിത്രശലഭങ്ങളുടെ ഇത് വേണം. അപ്പോൾ അദ്ദേഹം കുറേ ചിത്രശലഭങ്ങൾ എനിക്ക് എത്തത്തില്ല, ഏണിയിട്ട് മേടിച്ചു. പക്ഷേ എനിക്ക് എത്താവുന്ന സ്ഥലത്ത് അവിടെ മാഡം തന്നെയാണ് വരച്ചതല്ലേ? അവിടെ അത് പല കളറ് ചിത്രശലഭങ്ങളെല്ലാം ഞാൻ വരച്ചതാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ആയതിനു ശേഷം ഒരു പണി ഇതാണ്, വീട് മോടി പിടിപ്പിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം ഉള്ള ചിത്രശലഭങ്ങളെ എല്ലാവരെയും വരച്ചതാണ്. ഇനി എന്നാൽ ഈ ചെടികളെയൊക്കെ നമുക്കൊന്ന് കണ്ടുകളയാം അല്ലേ? തീർച്ചയായിട്ടും. സാറ് കണ്ടോ ഈ കാഴ്ച? ഗണപതി നാരങ്ങ. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആൾക്കാർക്കേ ഉള്ളൂ. എന്തൊരു മണമാണ് നോക്കിക്കേ. ഈ ഗണപതി നാരങ്ങയും ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപേ ഒരു സെക്ഷനിൽ ഇരുന്നപ്പം ചിറയൻകീഴിൽ നിന്ന് വരുന്ന എൻ്റെ ഒരു സഹപ്രവർത്തന സെക്ഷനിൽ എനിക്കൊരു കുഞ്ഞി തൈ കൊണ്ട് തന്നതാണ്. അപ്പം അത് ഞാൻ ഇവിടെ അതെ ഇതിന്റെ ഷേപ്പ് കണ്ട്, ഇതിനൊരു പ്രത്യേക ഷേപ്പാണ്. അപ്പോൾ ഇത് ആക്ച്വലി വളരെ മെഡിസിനൽ നാരങ്ങയാണ്. ഇത് അച്ചാറിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ജ്യൂസ് കുടിക്കാനല്ല, ഉപ്പിലിടാനുമായിട്ടാണ്. ഇതിന്റെ തൊലിയും ഔഷധ മെഡിസിൻ വാല്യൂ. വയനാട് പോയപ്പോൾ ഇതേപോലെ ഒരു അതെ അതെ അങ്ങനെ ഇതും എൻ്റെ തോട്ടം സ്നേഹസ്മരണകൾ കൊണ്ട് നിറഞ്ഞാന്ന് പറയുന്നത് എൻ്റെ ഒരു സഹപ്രവർത്തകന്റെ ഓർമ്മയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ ശരിക്കും മനസ്സുകൊണ്ടൊരു നന്ദി പറയും. ശരിക്കും അതൊരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ ഓരോ ആൾക്കാർ തന്നിട്ടുള്ള ഓരോ ഇതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അവർക്കതൊരു ബ്ലെസ്സിങ് പോലെയാണ്. ഇപ്പം എനിക്കിങ്ങനെ സന്തോഷത്തോടെ എല്ലായിടത്തും കാണിക്കാം, എല്ലാവർക്കും കൊടുക്കാം, ഒക്കെ ചെയ്യാം. മാഡത്തിന്റെ വീട് അതാണല്ലോ. അപ്പോൾ ഈ മറ്റു സ്ഥലങ്ങളിലും മാഡം വന്ന് കൃഷി ചെയ്യുന്നുണ്ടോ? എൻക്രോച്ച്മെന്റ് ആണെന്ന് വിചാരിക്കരുത്. വിജനമായി കിടക്കുന്ന ഏത് സ്ഥലത്ത് കണ്ടാലും ഞാൻ പോയി ചെടികൾ നടും. കാരണം എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ചെടികളോടുള്ള വളർത്തണമെന്നുള്ള ഇത്രയും ആഗ്രഹം കാരണം ഇവിടെ ഈ ടൗൺഷിപ്പിന് ഗ്രീൻ സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഗ്രീൻ സിറ്റി ആക്കാൻ എനിക്കൊരു വലിയ പങ്കുണ്ടെന്ന് വേണം പറയാം. കാരണം ഗേറ്റിൻ്റെ അടുത്തുനിന്ന് ഈ ടൗൺഷിപ്പ് 8.5 ഏക്കർ സ്ഥലത്ത് ഗേറ്റിൻ്റെ അടുത്ത് ഇരിക്കുന്ന കുറേ ചെടികൾ വരെയും ഞാൻ അന്നിവിടെ ഗാർഡനറായിട്ട് മോടി പിടിപ്പിക്കാൻ ആളുണ്ടായിരുന്ന ആൾക്ക് ഞാൻ തൈകൾ കൊടുത്തിട്ട്. അപ്പോൾ ഈ സ്ഥലവും എൻ്റെ അല്ല, ഇതിങ്ങനെ വിജനമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇതിന് ഇനി അപ്പുറത്തുള്ള കുറേ സ്ഥലങ്ങളിലും എല്ലാം ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഇത് കല്യാണ സൗഗന്ധികം. എനിക്കെന്തോ പണ്ട് ആദ്യമായിട്ട് മലയാളം പഠിക്കാനായിട്ട് ഞാൻ ഇടയായപ്പം 10 വയസ്സിൽ ഇങ്ങനെ കല്യാണ സൗഗന്ധികം പൂവിനെ കുറിച്ച്
പറിക്കാനായിട്ട് നമ്മൾ മഹാഭാരതത്തിൽ ഭീമൻ പോയതായിട്ട് കദളി പഴവും കല്യാണ സൗഗന്ധികവും. അപ്പോൾ അന്ന് മുതലേ എനിക്കിതിനോടൊരു ഫാസിനേഷനാണ്. അപ്പോൾ ഇത് ഇഷ്ടമാണെന്ന് കണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അനുജനെ പോലെ ഒരു പയ്യൻ എനിക്ക് അതിൻ്റെ തൈ കൊണ്ടു തന്നു. പക്ഷേ അവനിപ്പം ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചുപോയി, അൺനാച്ചുറൽ ഡെത്ത്. അപ്പോൾ ഇതിലിങ്ങനെ ഒഴിക്കാൻ ഞാൻ പറയാം, അരവിന്ദേ നിൻ്റെ ഓർമ്മയാണ് ഞാൻ ഈ കല്യാണ സൗഗന്ധികം നിന്നെ പൊന്നു പോലെ ഞാൻ നോക്കുന്നത്. ഇപ്പോഴും മാഡം ചെടികളുമായിട്ട് സംസാരിക്കാറുണ്ട്. ചെടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ആവുന്നത് ചെടികളും എൻ്റെ അടുത്ത് അതുപോലെ റിയാക്ട് ചെയ്യാറുണ്ടെന്നാണ്. കാര്യം ചിലപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും മുള്ളോ എന്തെങ്കിലും ചില്ലിയോ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചു നിർത്താറുണ്ട് ഡ്രസ്സിൽ. അപ്പം അവർ വേറുള്ളവർ അത് മുള്ളു കൊണ്ടതുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നും ആ ചെടി വന്ന് അതിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊന്നും, അപ്പം ഞാൻ പറയാം നിന്നെ കണ്ടു, ഞാൻ കണ്ടു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ തനിയെ സംസാരിച്ചാൽ ഭ്രാന്താന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് ഇത് ടൗൺഷിപ്പൊക്കെ എല്ലാവരും അകത്തത് അവരവരെ വീടും പിന്നെ എല്ലാവരും ബിസി ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെടികളുടെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്, ഉറക്കെ തന്നെ സംസാരിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കല്യാണ സൗഗന്ധികം ഇതും എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇത് ഈ ചീര വളരെ ഔഷധ ഗുണമുള്ള ചീര എന്നാണ് പറയും. ഒടിച്ചുകുത്തി ചീര, വേലി ചീര, മധുരച്ചീര എന്നൊക്കെ പറയും. അപ്പം ഇതും എൻ്റെ അമ്മൂമ്മയാണ് ആദ്യം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഞാൻ എവിടെ പോയാലും ഈ ചീരയുടെ കമ്പ് കൊണ്ടുവന്ന് ഒടിച്ചു കുത്തി. അത് ഇന്നലെ ഒരു കൂട്ടുകാരി വന്നപ്പോഴും ഈ ഇല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഫ്രണ്ട്സിനെ ഹാപ്പി ആക്കാനും എന്തൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ അല്ലാത്ത സ്ഥലത്തും എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ളത് വെക്കാൻ കഴിയുന്നുണ്ട്. മാഡം ഏജീസ് ഓഫീസിൽ നിന്നും റിട്ടയർ ചെയ്തതല്ലേ? ഇപ്പൊ റിട്ടയർ ആയി. മോഡലിംഗിലും ഇപ്പോൾ സജീവമായിട്ട് പങ്കെടുക്കുന്നു. മോഡലിംഗ് ഇപ്പോഴല്ല, സർവീസ് ഇരിക്കുമ്പോൾ തന്നെ, അതായത് നമ്മൾ കൗമാരകാലത്തും ശരിക്കും പറഞ്ഞാൽ ടീനേജും യൂത്തിലും ഒക്കെ നമ്മൾ ഫാഷൻ ഷോസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരിക്കലും അങ്ങനത്തെ കാര്യം ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാര്യം അതെന്താണ് അശ്ലീലം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്, അത് കുടുംബത്തിൽപ്പെട്ടവർക്ക് ഉള്ളതല്ല എന്നൊരു ഇതായതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇഷ്ടമായിരുന്നു. വളരെ ബോൾഡായിട്ട് ഇങ്ങനെ ഓരോ ഡ്രസ്സും ഒക്കെ ഇട്ട് ചിലപ്പോൾ ചില സാധനങ്ങളും ഒക്കെ പിടിച്ചിട്ട് ബാഗോ ഇങ്ങനെ എന്തൊക്കെ പിടിച്ചിട്ടൊക്കെ ഈ റാമ്പ് വാക്കൊക്കെ ചെയ്യുന്നതും എനിക്ക് മനസ്സിലൊരു പതിഞ്ഞൊരു സംഭവമായിരുന്നു. അപ്പോഴാണ് ഇപ്പം കാലം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണോ കാലത്തിന് നല്ല മാറ്റം വന്നു. ഇപ്പോൾ ഏജ്, അതായത് എബോവ് 50, എബോവ് 60 ഇങ്ങനെയുള്ള കാറ്റഗറി ഞങ്ങളെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് ഈ താല്പര്യമുള്ളവരെ പങ്കെടുപ്പിക്കാവുന്ന രീതിയിലുള്ള ഫാഷൻ ഷോസ് ഇപ്പോൾ എല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു 14 ഫാഷൻ ഷോസിന് പങ്കെടുത്തു കഴിഞ്ഞു. അതിൽ ഇപ്പോൾ ഈ വർഷത്തെ അതായത് 2024 സ്ത്രീരത്നം പുരസ്കാരം ലഭിച്ചു. എനിക്ക് ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ്, ടൈറ്റിൽ, ബ്യൂട്ടിഫുൾ ഹെയർ, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, ഇങ്ങനത്തെ ഉള്ള രീതിയിലുള്ള കുറേ സബ് ടൈറ്റിൽസും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഫാഷൻ ഷോസ് എന്താണെന്നും ഇപ്പം ഞാനൊരു മോട്ടിവേറ്ററാണ്. 60 വയസ്സ് കഴിഞ്ഞവരെയും 50 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ മടിച്ചിരിക്കുന്ന വീട്ടമ്മമാരും റിട്ടയർ ആയവരെയും ഞാൻ പറയും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ ഫാഷൻ ഷോസിന് പങ്കെടുക്കുക. ഇപ്പം ചെയ്തില്ലെങ്കിൽ ഇനി എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് എന്തിനാണ് കുഴിമാടത്തിലേക്ക് പോകുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് ഭരിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് വയസ്സായവരിപ്പം ഫാഷൻ ഷോസിന് വരാറുണ്ട്. മാഡം ഈ പ്രതിമ സ്റ്റാച്യു മാഡത്തിൻ്റെ പോലെ തോന്നുന്നു അല്ലേ? ഇത് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ്. എനിക്ക് ഒരു ശില്പി, അദ്ദേഹം ഷമ്മു കുര്യാത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ പല അമ്പലങ്ങളിലും കൊട്ടാരങ്ങളിലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരു ബർത്ത്ഡേക്ക് തന്നതാണ്. ഇത് ശരിക്കും സിമെൻറ്റും ഇത് കോൺക്രീറ്റ് പ്രതിമ, ഭയങ്കര വെയിറ്റാണ്. ഇത് 10 പേര് പിടിച്ചാലേ പൊങ്ങുള്ളൂ. അത്ര രീതിയിൽ ഇദ്ദേഹം സൂക്ഷിച്ച് ലോറിയിൽ കൊണ്ടുവന്നതാണ്. മാഡത്തിന്റെ പേരൊക്കെയാണല്ലോ? എൻ്റെ പേര്, ഞാൻ എഴുത്തുകാരിയാണല്ലോ. അപ്പോൾ അദ്ദേഹം എൻ്റെ പേര് ഒരു പുസ്തകം എന്നും അത് പേനയും കയ്യിൽ കൊടുത്തു. അപ്പോൾ ഞാൻ വന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമോചിത എന്നാണ് ഇതിന് ഞാൻ പേരിട്ടത്. പ്രൊഫസർ GN പണിക്കർ സാറാണ് ഇതിന് അൺവെയിൽ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷി സർഗാത്മകത അത് വന്ന് എഴുത്തുകാരിയായിട്ട് സല്ലപിക്കുന്നതും ആ എഴുത്തുകാരി അത് അക്ഷരങ്ങളായി പുസ്തകത്തിൽ പകർത്തുന്നതായിട്ടാണ് എൻ്റെ ഇമാജിനേഷൻ. അങ്ങനെ ഈ കവിത, അതായത് ശരിക്കും പറഞ്ഞാൽ
സർഗാത്മ രചന സ്ത്രീകൾക്ക് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകണമേ ലോകമേ എന്ന് ഞാൻ പറയുന്ന രീതിയിലാണ് ഇതിന് വിമോചിത എന്നാണ് ഈ സ്റ്റാച്യുവിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യം മാഡം. ഇത് മാഡത്തിന്റെ രചനകളെ കുറിച്ച് നമുക്ക് തുടർന്ന് ഈ ചെടികളെ കണ്ടതിന് അതെ അതെ, ചെടികളാണ് ആദ്യം. രചനകൾ നമ്മൾ എപ്പോഴും ചെയ്യാറില്ല. ചെടികൾ എന്നും നമുക്ക് കെയർ കൊടുക്കണം. അപ്പോൾ ചെടികളും എൻ്റെ ഈ പൂന്തോട്ട പരിപാലനവും കൃഷി ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രചനകളിലേക്ക് പോകാറുള്ളൂ. അത് നമുക്ക് നോക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ വെള്ളത്താമര, എനിക്ക് പൊതുവേ വെള്ളപ്പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. വെള്ള ഓർക്കിഡ്, വെള്ളത്താമര, അതുപോലെ തന്നെ വെള്ള ആമ്പൽ, അങ്ങനെ ഇത് ഈ പട്ടിക്കൂടിൻ്റെ പുറത്തിരിക്കുന്ന ചെടികൾക്ക് എല്ലാം തന്നെ കുറേ ചെടികൾ എനിക്ക് വെള്ളപ്പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വെള്ള സെലക്ട് ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ. എൻ്റെ ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ പേരിട്ടിരിക്കുകയാണ്. ഈ വിമോചിത സ്റ്റാച്യുവിന് പേരിട്ടതുപോലെ എൻ്റെ ഈ തോട്ടത്തിൽ ഞാൻ പാർക്ക് ഗാർഡൻ എന്നാണ് പറയുന്നത്. കാര്യം കുട്ടിക്കാലത്തൊക്കെ പാർക്കിൽ വല്ലപ്പോഴും കൂടെ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർക്കിൽ എപ്പോഴും നമ്മൾ പോകുമ്പോൾ ശില്പങ്ങൾ കാണും, ബേർഡ്സ്, ആനിമൽസ്. അപ്പോൾ നമ്മൾ ഭയങ്കര കൗതുകത്തോടെയാണ് നമ്മളത് കാണുന്നത്. പക്ഷേ വലിപ്പമുള്ളതായിരിക്കും. എന്നാലും ഞാൻ വിചാരിച്ചു എൻ്റെ ഈ 2.5 സെൻറ്റ് സ്ഥലമാണ് ഈ തോട്ടത്തിന് എനിക്ക് ആകെ ഉള്ളത് വീട് കഴിഞ്ഞ്. അപ്പോൾ ഈ 2.5 സെൻറ്റ് സ്ഥലം ഞാൻ പാർക്ക് ഗാർഡൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ പട്ടിക്കുട്ടി, അലങ്കാര മത്സ്യങ്ങളുണ്ട്, ഇതിനകത്ത് ലവ് ബേർഡ്സും ഉണ്ട്. അപ്പോൾ ജീവനും ഉള്ളതും ജീവനില്ലാത്തവയും കൊണ്ട് നിറഞ്ഞതാണ് എൻ്റെ ഈ പാർക്ക് കാണാൻ. അപ്പം ഇതിനകത്ത് ഇരിക്കുമ്പോൾ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെലവഴിക്കാനായിട്ടുള്ള ആ ഒരു കുട്ടിക്കാലത്തിൽ നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഇപ്പം ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ നിറയെ സന്തോഷം മാത്രം കിട്ടുന്ന രീതിയിലുള്ള എൻ്റെ ഈ ഒരു ഉദ്യാനം ശരിക്കും പറഞ്ഞ് ഇതിപ്പോൾ ഒരു പേരമരം ചരിഞ്ഞു പോയതാണ്. ഈ പേരമരം ചരിഞ്ഞു പോയതിനെ ഞാൻ മണ്ണിട്ടതാക്കി അതിന് ഈ കൊമ്പുകൾ വേണം. അപ്പോൾ ഇതിപ്പോൾ ഒരു ബെഞ്ച് പോലെ എനിക്കിവിടെ ഇരിക്കാം, വായിക്കാം, ഇവരെല്ലാവരെയും കാണാം, കാറ്റ് കൊള്ളാം. ഊഞ്ഞാലെന്നാണ് ഞാൻ പറയുന്നത്. അതിലിരിക്കാം. ഞാൻ കുട്ടികളൊക്കെ വരുമ്പോൾ ഇരുന്ന് ആടാറുണ്ട്. പിന്നെ കുറേ പേരൊക്കെ വന്ന് ഇവിടെ എൻ്റെ ഈ ഗാർഡൻ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഏരിയയാണ്. ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസും ആൽബംസും എൻ്റെ ഈ ഗാർഡൻ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കിളിക്കൂടെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടുന്നതായിട്ട് ഒരു പ്രാവശ്യം ജയൻ സീമ എന്നുള്ള രീതിയിലുള്ളൊരു ആൽബം ചെയ്തു. അപ്പോൾ ആ ആൽബത്തിൽ ഞാനിങ്ങനെ ഊഞ്ഞാലെടുത്ത് നിൽക്കുമ്പോൾ ജയൻ വന്നിങ്ങനെ നിൽക്കുന്നതായിട്ട് അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആൽബം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ഗാർഡൻ എനിക്ക് മാക്സിമം എൻ്റെ ഒരു സ്റ്റുഡിയോയും കൂടെയാണ്. ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഷൂട്ടിംഗ് മുഴുവനും ഇവിടെ വെച്ച് എടുക്കാൻ കഴിയും. അപ്പം ഞാൻ തന്നെ തീർത്ത ഈ പാർക്ക് ഗാർഡൻ എൻ്റെ ഷോർട്ട് ഫിലിംസിനും എൻ്റെ ആൽബംസിനും പ്രയോജനം, വേറെ എവിടെയും പോകണ്ട. ആൽബംസും ഒക്കെ ധാരാളം ആൽബം തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ തന്നെ എഴുതി പാടി അഭിനയിച്ച് തന്നെ അത് ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആൽബംസ് ഇറക്കിയിട്ടുണ്ട്. ഇതിന് ധാരാളം ഷോർട്ട് ഫിലിംസ് ഞാൻ തന്നെയാണ് എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് കണ്ടിട്ട് കുറേ പേര് വേറെ ഷോർട്ട് ഫിലിംസിന് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട് അഭിനയിക്കാൻ, ആൽബത്തിലും. അപ്പോൾ അവരും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ വീടും പരിസരവും പിന്നെ ഈ പേയാട് വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ വെളിയിൽ കരമന ആറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആറിൻ്റെ കരയിലും ഒക്കെ പോയി ഇങ്ങനെ സ്റ്റുഡിയോയുടെ എല്ലാവിധ സംവിധാനങ്ങളും എനിക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ദൂരോട്ടെങ്ങും ഷൂട്ട്. കാര്യം പണ്ടേ കുട്ടിക്കാലത്തെ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം വീട്ടുകാർ വിടൂല. പിന്നെ അന്നും ഇതുപോലെയാണ്, സിനിമയിൽ അഭിനയിച്ചാൽ മോശമായി പോകും, ചീത്തയായി പോകുന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഇങ്ങനെ കിടന്നു. അപ്പോൾ ഈ ഏജീസ് ഓഫീസിൽ ജോലിയുള്ളപ്പം എനിക്ക് ഇത്രയൊക്കെ പ്രായം, അതുകൊണ്ട് എനിക്കൊരു റോള് തരുമോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ തന്നെ ഷോർട്ട് ഫിലിം ഞാൻ തന്നെ സംവിധാനം ചെയ്ത് ഞാൻ തന്നെ പൈസ ഇറക്കി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ ചീത്തയാവുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിംസും ആൽബം ഒക്കെ ഇടും. ഇപ്പം എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം ഒരുവിധം നടന്നു. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് നമ്മൾ തന്നെ അവസരങ്ങൾ കണ്ടെത്തണം. അതെ, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താനും നമ്മൾ തന്നെ അവസരങ്ങൾ കണ്ടെത്തണം. നമുക്കിനി ആ പക്ഷികളെ കൂടെ ഒന്ന് കാണാം. പിന്നെ തീർച്ചയായിട്ടും മരങ്ങളുടെ കാര്യം പറയണമെങ്കിൽ ഇത് ചുമന്ന പേര്, ഇത് തന്നെ കിളിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഇത്തിരി സ്ഥലത്ത് എന്തൊക്കെയാണ് അത് നേരത്തെ ഞാൻ തന്ന ആത്തപ്പഴം അതിൻ്റെ മരമാണ്. പിന്നെ ഞാൻ സ്കൂളിൽ വെച്ച് കൊതി പറയാറുണ്ടായിരുന്ന ലൗലോലിക്ക, പിന്നെ പീനട്ട് ബട്ടർ ഫ്രൂട്ട്, അരിനെല്ലിക്ക, റംബുട്ടാൻ, ജാമ്പക്ക. ഇത് ഇത്രയും ഒറ്റ
ഒറ്റ നിരപ്പിന് ഇത്രയും മരങ്ങളാണ്. പിന്നെ അതെ, ഒരു വരിയിലാണ് ഇങ്ങനെയെല്ലാം. അതിന്റെ മാവില്ലാത്ത വീട് ഇല്ലല്ലോ, മലയാളികൾക്ക് മാവ് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു മാവ് നിറയെ കണ്ണിമാങ്ങ പിടിച്ച് നിൽക്കുന്നുണ്ടോ, നിറയെ മാങ്ങ പിടിക്കും. ഇങ്ങനെ മാവും ഉണ്ട്. അപ്പൊ ഈ 2.5 സെന്റ് സ്ഥലത്ത് തന്നെ ഇത്രയും ഭംഗിയായിട്ട് മരങ്ങൾ, പിന്നെ ചെടികൾ, അത്ഭുതകരമായിട്ടുള്ള ചെടികൾ കൊണ്ട് മിറക്കിൾ ഫ്രൂട്ട് സാറ് കേട്ടിട്ടുണ്ടാവുമല്ലോ. മിറക്കിൾ ഫ്രൂട്ട് അത് ഒരു കുഞ്ഞി തൈ എനിക്കുണ്ട്. അതിന്റെ കാ തിന്നു കഴിഞ്ഞാൽ എത്ര പുളിപ്പുള്ള സാധനം തിന്നാലും പിന്നെ മധുരമായിരിക്കും. അപ്പൊ അങ്ങനെ മിറക്കിൾ ഫ്രൂട്ട് ഉണ്ട്. കറുത്ത പുഷ്പമുണ്ട്. കറുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ അപൂർവമാണ്. എനിക്ക് ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ എന്ന് പറയും, അതുണ്ട്. പോൺസ് ഫ്ലവർ ഉണ്ട്. പോൺസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 പൗഡറേ ഉള്ളൂ, പോൺസ് ഓറും കുട്ടിക്കുറയും. അപ്പോൾ ആ മണമുള്ള പൂ പിടിക്കുന്ന പൂച്ചെടിയുണ്ട്. അങ്ങനെ ഈ തെരുവിൻ്റെ മക്കൾ എന്ന് പറയുന്നെങ്കിൽ അതും കൂടെ പറയാം. ഈ ചെടി ഫെമിന എന്ന് പറയും. ഈ ചെടിയാണെങ്കിൽ വഴിയോരങ്ങളിലൊക്കെ കിളിക്കും. അതിനെയെല്ലാം ഞാൻ കൊണ്ടുവന്ന്, ഇത് 3 നിറമുണ്ട്. ഈ തെരുവിൻ്റെ മക്കളെ കൊണ്ടുവന്ന് അതിനൊരു സ്പേസ് കൊടുത്ത് അതിനെ ഇപ്പം വളരെ മനോഹരമായി എന്നും പൂവുണ്ടാവും. അപ്പോൾ ഈ ഫെമിന എന്ന് പറയുന്ന ഈ ചെടി പാവം തെരുവിൽ അവിടെ ഇവിടെയൊക്കെ കിളിക്കുന്ന ചെടിയാണ്. അതിനെ കൊണ്ടുവന്ന് അതിനൊരു ഇരിപ്പിടം കൊടുത്തു മനോഹരമാക്കി എൻ്റെ ഗാർഡൻ ഇങ്ങനെ വെച്ചിരിക്കും. ഗാർഡനിന് കുറേയൊക്കെ സർഗാത്മകതയാണ്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡ് എല്ലാവരും വിചാരിക്കും, ഞാനിത് ഫോട്ടോ ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു മരമാണെന്ന്. പക്ഷെ ഇത് മരമല്ല, ഇതിനകത്ത് ഇപ്പം 9 ചെടിച്ചട്ടികളാണ്. അതെ, ഈ ചെടികൾ എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ ചെടിയാ, പെട്ടെന്ന് നശിക്കത്തില്ല. ഇതിനു മുൻപ് ഞാൻ പല എക്സ്പെരിമെന്റ് നടത്തി. ഈ സ്റ്റാൻഡ് ഞാൻ വരച്ചു ഉണ്ടാക്കിയ സ്റ്റാൻഡാണ്, 9 ചട്ടി വെക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പല ചെടികൾ വെച്ച് നോക്കി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ചെടി വെക്കാൻ തുടങ്ങിയ പിന്നെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഇല നിറഞ്ഞ് റെഡും വെള്ളയും കൂടെ കലർന്ന ഇല ഇതിങ്ങനെ നിൽക്കും. ഇതിപ്പോൾ ഒരു ഫോട്ടോ പോയിന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പലരും വരുമ്പം ഇതിൻ്റെ സെൽഫി എടുക്കുന്ന ഇതിൻ്റെ ബാക്കിൽ കാണിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. എഴുതുന്നതിന് മാത്രമല്ല, സർഗാത്മക രചന മാത്രമല്ല, ഗാർഡനിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതെ അതെ, ഇതിപ്പം ആക്ച്വലി ഇതിനധികം വെയിൽ വേണ്ടാത്ത ചെടികളാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ഇത്തിരി ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ കാക്ടക്സിനാണ് മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന കാക്ടക്സ് എന്ന് പറഞ്ഞത്, വെൽവെറ്റിൻ്റെ. പിന്നെ ഇതെല്ലാം എൻ്റെ മോള് കപ്പ് എനിക്ക് കാനഡയിൽ നിന്ന് കൊണ്ടു തന്നതാണ്. ഗ്രോ യോ ഓൺ വേ. പിന്നെ പ്ലാന്റ്സ് ആർ മൈ സോയിൽ മേറ്റ്സ്, മണ്ണിൻ്റെ കൂട്ടുകാരാണ്. മോള് കപ്പ് കൊണ്ട് തന്നപ്പം അതിന് വെക്കാൻ പറ്റിയ കാക്ടക്സ് ഞാൻ നട്ടു. പിന്നെ ഇതുപോലത്തെയൊക്കെ എനിക്ക് പൊതുവേ എനിക്ക് ഇങ്ങനെ പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ചെടി വെച്ച്, ഇങ്ങനത്തെ ചെടിയൊക്കെ പെട്ടെന്ന് വളരൂല, ഇൻഡോർ പ്ലാന്റ്സും. പിന്നെ ഇതിന് ഇതുപോലെ ഇച്ചിരി ഷെയ്ഡൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഈ ബേർഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ ചട്ടികളും ചെടികളും ഒക്കെ ആയിട്ട് ഗാർഡൻ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാം. പിന്നെ അത് മാക്കറി പോലും, മാക്കറി സാധാരണ ഈ മാക്കറീനെയൊക്കെ ഇങ്ങനെ കിട്ടാൻ പാടാണ്. അപ്പം എൻ്റെ ഒരു കഥയിൽ ഒരു മാക്കറി എൻ്റെ കൂടെ 2.5 വർഷം വീട്ടിൽ താമസിച്ച ഒരു കഥയുണ്ട്. ഇത് കുഞ്ഞു മാക്കറി വന്ന് എത്ര വളർന്നാലും അത് അടിച്ച് തുരത്തി ദൂരെ വിട്ടാലും തിരിച്ച് വന്ന് കയറി അവസാനം അത് ഒരു ഇണയെ കൊണ്ടുവന്നപ്പം ഇണയായിട്ട് എൻ്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല, 2 പേരെ തുരത്തി. അപ്പം ഇണയെ കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് വന്ന് എൻ്റെ കൂടെ ജീവിച്ച കഥയുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് അങ്ങനെ ക്വാർട്ടേഴ്സിലാണ് അവസാനം ക്വാർട്ടേഴ്സിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതിനെ കളഞ്ഞുകൊണ്ട് വരേണ്ടി വന്നു. മാക്കറിയെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ ചൊറിയുന്ന തവളയായിരുന്നു. വന്ന് എൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ബ്യൂട്ടിഫുൾ ആയതിൻ്റെ കഥയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാക്രി എനിക്ക് പൊതുവേ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു മാക്രിയെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഗാന്ധി ഭവൻ ഇതിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ മണ്ണുണ്ടുണ്ട്. പിന്നെ ഞാൻ പെയിൻ്റൊക്കെ അടുപ്പിക്കുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിൽ നമ്മളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഞാൻ ഒരു വർഷത്തിലൊരിക്കലൊക്കെ ഇതിനെ പെയിൻ്റൊക്കെ അടുപ്പിക്കും. അങ്ങനെ ഇത് വെള്ളയാമ്പൽ ഇന്ന് രാവിലെ വിരിഞ്ഞു നിന്നതാ. ഇപ്പൊ എനിക്കൊന്ന് വെയിൽ കൂടിയപ്പോ അടഞ്ഞു. സാധാരണ വെയിലത്ത് വിരിയുന്നാ പറഞ്ഞത്, പക്ഷെ എന്റെ നിന്ന് രാത്രി വിരിയും, രാവിലെ അടയുന്നു. ഇതാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞ പോൺസ് ഫ്ലവർ. പണ്ടത്തെ പോൺസ് ഫ്ലവർ, പോൺസ് പൗഡറിന്റെ മണമുള്ള ഫ്ലവർ. ഇതിപ്പം അപൂർവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. നമുക്ക് അന്ന് ഈ പൗഡറിൽ ഇപ്പോൾ പോൺസും കുട്ടിക്കുറ മാത്രമുള്ളൊരു കാലം. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ മണമുള്ള പൂവും ഗാർഡനിലുണ്ട്. കറുത്ത നിറത്തിലുള്ള പൂക്കൾ അപൂർവമാണ്. ഇപ്പം ഈ പൂവില്ല, എപ്പോഴും പൂക്കാറുണ്ട്. ഇത് ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ എന്നാണ് ഇതിന് പറയുന്നത്, വവ്വാല് പൂവ്.
വവ്വാല് പൂവെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും എൻ്റെ ഒരു അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് ഒരു സാറ് വന്നിരുന്നു, സുരേന്ദ്രൻ മാഷ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഈ ചെടി പ്രേമം കണ്ടിട്ട് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഈ ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ ഇപ്പോഴും സ്ഥിതി ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ പൂ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഭംഗിയുള്ള പൂവാണോ അത്? അതെ, നല്ല രസം. പ്രത്യേക ഷേപ്പ് അതിൻ്റെ വവ്വാല് ചിറക് വിടർത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഷേപ്പാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ലെമൺ ട്രീ എന്ന് പറയും, ഓറഞ്ച് ഇങ്ങനെ ചെടിയിൽ കുഞ്ഞു പുളിപ്പുണ്ട്, ചെറിയ ഓറഞ്ച് പോലെ തന്നെ. ഇത് ലെമൺ ട്രീ എന്ന് പറയും. ഇങ്ങനെ ഇതും ലെമൺ ട്രീ ആണ്, 2 എണ്ണം. അത് ലെമൺ ട്രീ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇലയ്ക്ക് ജീരകത്തിൻ്റെ മണമാണ്, ജീരകം. ഇതും ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതും എൻ്റെ ഒരു നെയ്ബർ തന്നതാണ്, നല്ല മണമുള്ള ഇല. ശരിക്കും പറഞ്ഞാൽ പെരിഞ്ജീരകത്തിൻ്റെ ഇലയുടെ ഒരു മണമാണ്. പിന്നെ വെറ്റല, ഇത് കാന, ഈ ചെടിയുടെ ചുറ്റിനും വെച്ചിരിക്കുന്ന കാന, അത് വെറ്റലയാണ്. കാര്യം ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രത്യേക ഏതെങ്കിലും പരിപാടിക്ക് ഒരു ദക്ഷിണ എന്തെങ്കിലും വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വെറ്റല പറിച്ച് അതിനകത്ത് ദക്ഷിണ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതൊരു ഓർക്കിഡ്. ഈ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ കെയർ ഒന്നും വേണ്ട. ഇതിൽ വെള്ള പൂക്കളാണ് പിടിക്കുന്നത്. ഈ ഓർക്കിഡ് സാധാ ഓർക്കിഡ്. ഇങ്ങനെ ഓർക്കിഡുകൾക്കെല്ലാം ഭയങ്കര കെയർ കൊടുക്കണം. ഈ ഓർക്കിഡിന് ഒരു മരത്തിൽ ചുറ്റി വെച്ച് കിളിപ്പിച്ചാൽ മതി. നിറയെ വെള്ള പൂക്കൾ ഒരു സമയമാകുമ്പോൾ നിറയെ ഇങ്ങനെ പിടിക്കും. അങ്ങനെ പിന്നെ ഇത് മിറക്കിൾ ഫ്രൂട്ട്. ഈ മിറക്കിൾ ഫ്രൂട്ട്, അതെ മിറക്കിൾ ഫ്രൂട്ടിൽ ഇപ്പോൾ പൂ നിറയെ വന്നു തുടങ്ങി. അതെ, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ മിറക്കിൾ ഫ്രൂട്ട് എന്ന പേര് അപൂർവം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ എത്ര പുളിപ്പുള്ള സാധനം കഴിച്ചാലും മധുരമായി മാറും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇതും എൻ്റെ ഒരു കൃഷിക്കാരൻ സുഹൃത്ത് ഫ്രീ ആയിട്ട് തന്ന ഒരു ഗിഫ്റ്റാണ്. അങ്ങനെ മിറക്കിൾ ഫ്രൂട്ടും എനിക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കായ്ക്കണം. ഞാൻ എല്ലാവർക്കും ഇത് വരുന്നവർക്കെല്ലാം അത് വായിൽ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് കൊടുക്കും. അതാണ് അതിൻ്റെ ട്രിക്ക്. നാരങ്ങ ഇലിമ്പിപ്പുളിയോ കൊടുത്ത ഏറ്റവും പുളിയുള്ള സാധനം കൊടുത്താൽ മധുരം, ഭയങ്കര മധുരം. ഇത് കോട്ടുകോണം മാങ്ങ. അത് കോട്ടുകോണം മാവ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. ആ കോട്ടുകോണം മാവ് ഞാൻ കഴിച്ച ഒരു മാങ്ങാണ്ടിയിട്ട് കിളിപ്പിച്ചെടുത്തതാണ്. കാര്യം വളരെ റെയർ. കാര്യം അമ്മ, ഞാൻ ഇവിടെ ജോലി കിട്ടി മോളുമായിട്ട് താമസിക്കുന്ന സമയത്ത് അമ്മ വന്ന് എൻ്റെ കൂടെ 1 വർഷം താമസിച്ചിട്ടുണ്ട്. അന്ന് അമ്മ ഈ കോട്ടുകോണം മാങ്ങ കഴിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നാട്ടിൽ അമ്മ കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെ ഞാനിവിടെ താമസമാക്കിയപ്പോഴത്തേക്ക് ഇവിടെ കോട്ടുകോണം, ഇത് ആക്ച്വലി ചേച്ചിയുടെ സ്ഥലമാണ്. എനിക്ക് സ്ഥലം അതില്ല. അതുകൊണ്ട് ചേച്ചിയുടെ സ്ഥലത്ത് എന്തൊക്കെ നട്ട് പിടിപ്പിക്കാവോ അതെല്ലാം ഇവിടെ കാണുന്ന ഒരു 10-15 മരങ്ങൾ ഞാൻ നട്ടതാണ്. അപ്പോൾ ചേച്ചിക്ക് ഈ കോട്ടുകോണം മാങ്ങ കഴിക്കാനായിട്ട് ധാരാളം കായ്ക്കും. പിന്നെ ഇത് കാണുന്ന ഈ കറിവേപ്പില കാട്, ഇത് ശക്തികുളങ്ങരയിൽ നിന്ന് എൻ്റെ അമ്മ നട്ടിരുന്ന കറിവേപ്പിലയുടെ ഒരു തൈ കൊണ്ടുവന്ന് ഞാൻ നട്ടതാണ്. അത് ആ മരമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ വേരെവിടെയൊക്കെ ഓടുവോ അവിടെ എല്ലാം കറിവേപ്പില തൈ. കുരു വീണ് കിളിക്കുന്നതല്ല. പക്ഷേ എന്നും പറഞ്ഞ് ഇത് നല്ലപോലെ വേരോടുകൂടി ഇളക്കിക്കൊണ്ട് പോയാൽ ബാക്കിയുള്ളവർക്ക് അത് നടാൻ പറ്റും. അല്ലാതെ ഇത് വേരിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്നത് കൊണ്ട് കിളിക്കില്ല എന്ന് വിചാരിക്കരുത്. നല്ല രീതിയിൽ വേരോടുകൂടി തന്നെ ഞാൻ ഇതിൻ്റെ തൈകൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ ഓർമ്മയ്ക്ക് പലരുടെ വീടുകളിൽ കറിവേപ്പില തൈകളും ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു കറിവേപ്പില കാട് പോലെയാണ്. ഒരുപാട് പേര് ഇവിടെ കറിവേപ്പിലയ്ക്ക് വേണ്ടി വരാറുണ്ട്. ഞാൻ അപ്പോൾ അമ്മയുടെ ഓർമ്മയാണ് എൻ്റെ ഈ കറിവേപ്പില തൈകൾ. നല്ല മണമാണ്. ചില കറിവേപ്പിലയ്ക്ക് അധികം മണം കാണുന്നതാണ്, പക്ഷെ ഇതിന് നല്ല മണമാണ്. പിന്നെ ഞാനിവിടെ മരങ്ങൾ വെക്കാൻ ലോറിയിൽ ചെടികൾ കൊണ്ടുവന്നപ്പം നട്ടതാണ്. പേരയ്ക്ക, കിലോ പേരയെന്ന് പറയും. വലിയ പേരയ്ക്കയാവും, വളരെ വലിയ പേരയ്ക്കയാവും. അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള മരങ്ങൾ എല്ലാം തന്നെ നട്ടത്. ഇവിടെ നെല്ലിക്ക ഒരു പ്രാവശ്യം ഞാൻ കുറേ നെല്ലിക്ക പറിച്ചിട്ട് തേൻ നെല്ലിക്ക ആക്കി മാറ്റിയായിരുന്നു. ഇത് ജാമ്പയ്ക്ക. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ആത്ത ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. ആത്ത ഇത് തന്നെ ആത്ത. ഇതിപ്പോൾ റെഡ് ആയിട്ടുണ്ട്, വേണമെങ്കിൽ പറിക്കാം. വിളഞ്ഞിട്ടുണ്ട്. അപൂർവമായിട്ട് കാണുന്ന ചെടിയാണ് കൊന്നപ്പൂവ്. മഞ്ഞയാണ്, പക്ഷെ ഇത് വെള്ളക്കൊന്ന. അങ്ങനെ ഇതും ഞാൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. അതെ, ഇത് വളരെ മനോഹരമായ വരിക്കച്ചക്കയാണ്. മധുരം, ഭയങ്കര മധുരമാണ്.
ഇത് ഇത് ലോറിയിൽ കൊണ്ടുവന്നപ്പോൾ വാങ്ങി വെച്ചതാണ്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി, ഇത്ര നല്ല വരിക്ക ചക്ക ആ ലോറിയിൽക്കാരൻ കൊണ്ടുവന്നു വാങ്ങി. പേരയ്ക്കും എല്ലാം തന്നെ, ഈ പനിനീർ ജാമ്പ ഇതെല്ലാം തന്നെയും ലോറിയിൽ കൊണ്ടുവന്നത്. ഈ ചക്ക ഞാൻ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റുന്നത് മാത്രമല്ല, ഈ കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺസിന് കറി വെക്കാനും പഴുത്തതും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് ധാരാളം ആൾക്കാർ ചോദിക്കുന്നവർക്കെല്ലാം തന്നെ ഞാൻ ചക്ക ബുക്കിംഗ് ആണ്. ഒരിക്കൽ കഴിച്ച ആൾ പിന്നെ ഈ ചക്ക വേണമെന്ന് പറയും. അതുകൊണ്ട് എന്നെ വിളിച്ച് ചോദിക്കാം, മാഡം പ്ലാവ് കായ്ച്ചോ, ഞങ്ങൾക്കൊരു ചക്ക വേണേന്ന്. അങ്ങനെ ചക്ക ബുക്കിംഗ് ആണ് എനിക്കിപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ചക്കയിൽ പേരെഴുതി വെക്കണം ആർക്കൊക്കെയാണെന്നുള്ളത്. അങ്ങനെ അതുപോലെ തന്നെ രസകദളി പഴം, അണ്ണാമ്പഴം, പീനട്ട് ബട്ടർ ഫ്രൂട്ട് എല്ലാം തന്നെയും ഈ സ്ഥലത്ത് നടാനും. അങ്ങനെ 3 സ്ഥലമാണ് നോക്കുന്നത്. വീട്ടിന് മുൻവശത്തുള്ള സ്ഥലം, എൻ്റെ സ്വന്തം, അതിൻ്റെ ബാക്കിലുള്ളത്, ഇതെല്ലാം തന്നെയും ജോലി ഉള്ളപ്പോഴും നോക്കുമായിരുന്നു. ഇപ്പോൾ റിട്ടയർ ആയപ്പോൾ ഭയങ്കര സമാധാനം. ഇപ്പം ഭയങ്കര സമാധാനം, കാര്യം നല്ല സമയമെടുത്ത് നോക്കാൻ കഴിയുന്നുണ്ട്. മൃഗസ്നേഹി കൂടിയാണല്ലേ? മൃഗവും എല്ലാ ജീവജാലങ്ങളും, പക്ഷികളും മൃഗങ്ങളും അലങ്കാര മത്സ്യങ്ങളും എല്ലാം, ഈ ജീവനുള്ള ഇതെല്ലാം, അതുപോലെ തന്നെ ചെടികളും ജീവനില്ലാത്ത ശില്പങ്ങളും എല്ലാം നിറഞ്ഞതാണ് എൻ്റെ ഈ പാർക്ക് ഗാർഡൻ. ഇപ്പോൾ ഇത് പഗ് വളരെ പാവമാണ്, ആരും കടിക്കുകയൊന്നുമില്ല. നമ്മളതിനെ കടിക്കാതിരുന്നാൽ മതി എന്ന് വേണം പറയാൻ. കാര്യം എനിക്ക് ഇവിടെ വീട്ടിലാരുമില്ല, മക്കൾ 2 പേരും വിദേശത്ത്, ഫാമിലി ഒന്നും അടുത്തില്ല. അപ്പോൾ എനിക്ക് ഇവരൊക്കെ ഉള്ളൂ. അപ്പം ഞാനും ഇവളും കൂടെ രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നത്. അതുപോലെ തന്നെ ഇവളുടെ പേര് ട്വിങ്കിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. ട്വിങ്കിൾ എന്ന് പറയുമ്പം എൻ്റെ ജീവിതത്തിലെ ഒരു തിളക്കമായി ഇവള് ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ട്വിങ്കിൾ ഞാനും രാവിലെ മോർണിംഗ് വാക്ക് ഒരുമിച്ച് പോകും. അതുപോലെ തന്നെ ഇവളും ഞാനും ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ്. വെളിയിൽ സിറ്റ് ഔട്ടിലിരുന്ന് ഞാൻ ഇവൾക്ക് ഫുഡ് കൊടുക്കുമ്പം ഞാനും കഴിക്കും. അവിടെ ബൗളിലിരിക്കുന്ന അലങ്കാര മത്സ്യത്തിനും. അപ്പം ഞാനും മത്സ്യങ്ങളും പട്ടിക്കുട്ടിയും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇവരൊരു വലിയ റോളാണ്. എൻ്റെ ഏകാന്തത അകറ്റാനും, എനിക്കെന്തെങ്കിലും മനുഷ്യൻ്റെ ടോണിൽ നമ്മൾ സംസാരിക്കാൻ മനുഷ്യരില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ജീവജാലങ്ങളുടെ അടുത്താണല്ലോ. അപ്പോൾ ചെടികളുടെ അടുത്തും മൃഗങ്ങളുടെ അടുത്തും പക്ഷികളുടെ അടുത്തും എല്ലാം പക്ഷികൾ കലവല ഇങ്ങനെ ചലച്ചെന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അവർക്ക് തുളസി ഇല, ഞവരയില, തിന, പയർ മുളപ്പിച്ചത്, പിന്നെ കുളിക്കാൻ വെള്ളം, ഇതെല്ലാം തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇവളുമായിട്ട് ഇവളെ കുളിപ്പിക്കണം, ഇവൾക്ക് വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കണം. അതുപോലെ തന്നെ അഥവാ ചൊറിച്ചിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഹെർബൽ ഓയിലുണ്ട്, അത് തേച്ച് കൊടുക്കണം. അങ്ങനെ അവളെയും ഒരുപാട് വൃത്തിയായിട്ടൊക്കെ തന്നെ മനുഷ്യ കുഞ്ഞിനെ നോക്കും പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ലവ് ബേർഡ്സ്, പ്രണയ പക്ഷികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രണയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരിങ്ങനെ പ്രണയിച്ചുകൂടെ. എപ്പോഴും മനുഷ്യരുടെ പ്രണയം താൽക്കാലികമാണ്, പക്ഷെ പ്രണയ പക്ഷികളുടെ പ്രണയം അവർ മരിക്കും വരെ പ്രണയമാണ്. എപ്പോഴും ഭയങ്കര കലബല സംസാരിക്കുകയും അവർ പ്രണയം എക്സ്പ്രസ് ചെയ്യുകയും കാണാം. എഴുത്തുകളിലൊക്കെ ഇതൊക്കെ വരാറുണ്ടോ? എഴുത്തിലെല്ലാം ഉണ്ട്. എൻ്റെ എല്ലാ എഴുത്തിലും എൻ്റെ റിയാലിറ്റീസ്, എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ എഴുത്തിലെല്ലാം. അല്ലാതെ ഞാൻ വലിയ കടിച്ചപ്പെട്ട സാഹിത്യകാരിയൊന്നുമല്ല. എനിക്കറിയാവുന്ന പരിമിതമായ വാക്കുകളും ഉണ്ട്, എൻ്റെ അനുഭവങ്ങളും ഞാൻ ചുറ്റുപാട് കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ എഴുത്ത്. അതെ അതെ അതെ, രചനയാണ് എൻ്റെ ആത്മാവിൻ്റെ ഉൾവിളി. നിരവധി അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അവാർഡുകൾ ഇനി വെക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലായി. കാര്യം സാഹിത്യരചന മാത്രമല്ല, സംവിധാനം, അഭിനയം, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം, അങ്ങനെ 1085ഓളം പുരസ്കാരങ്ങളും 100-100-ലേറെ ആദരവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ആൾക്കാരെ അവാർഡുകൾ ഇങ്ങനെ തരുമ്പം എവിടെ വെക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. കാര്യം ഓരോ സ്ഥലം വലുതാക്കി ഇങ്ങനെ ഇതിപ്പം റിട്ടയർമെൻറ്റിന് അടുപ്പിച്ച് ഞാൻ കെട്ടിയ ഒരു ലൈബ്രറിയാണ്. പുസ്തകം എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരാണ്. അപ്പോൾ അത് കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെ അമ്മ പഠിപ്പിച്ച ശീലമാണ് വായനാശീലം. അങ്ങനെ എൻ്റെ 9 വയസ്സ് തൊട്ടുള്ള പുസ്തകങ്ങൾ എനിക്കിപ്പോഴും കളക്ഷനുണ്ട്. അത് വളരെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയിൽ എഴുതും. ബാംഗ്ലൂരിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഞാൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എനിക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എഴുതി. പിന്നെ മലയാളം ഞാൻ വളരെ കുറച്ച് 5 വർഷമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മലയാള ഭാഷ, മാതൃഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്
ഞാൻ എനിക്കറിയാവുന്ന പരിമിതമായ വാക്കുകൾ വെച്ച് ഞാൻ മലയാളത്തിൽ എഴുതുന്നത്. ഇപ്പൊ എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും നിലവിൽ 20 ബുക്ക് എഴുതിയിട്ടുണ്ട് ഇതുവരെയായിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ മലയാളം, തമിഴ്, ഇന്ത്യൻ, ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഫോറം സംഘടനയിലെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതിൽ വരുന്ന ത്രിഭാഷ കവികളുടെ കവിതാ സമാഹാരം ഇറക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അത് ജാനുവരിയിൽ, ഇപ്പോൾ ഈ മാസം അത് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം 145 കവിതകളോളം 3 ഭാഷകളിലായിട്ട് ലഭിച്ചിട്ടുണ്ട്. 100 അടുപ്പിച്ച് കവികളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ബുക്ക് ഇറക്കുന്നതുകൊണ്ട് ഈ വർഷം ഞാൻ എൻ്റെ പുതിയ രചന മാറ്റി വെച്ചു. മാഡം കൂടുതലായിട്ട് എഴുതുന്നത് മലയാളത്തിലാണ്? സർക്കാരിന്റെ രചന ഞാൻ ഇപ്പോൾ അടുത്തിടെ കൂടുതലായിട്ട് എഴുതിയത് മലയാളത്തിലാണ്. കാര്യം മലയാളത്തിൽ എഴുതിയപ്പോഴാണ് ജനങ്ങളിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ജനങ്ങൾക്ക് ഞാൻ എഴുതുന്ന കഥകളും അതുപോലെ ഞാൻ നോവല്, കഥ, കവിത, നോവൽ, ലേഖനം, അനുഭവങ്ങൾ എല്ലാം തന്നെ, സർവീസ് സ്റ്റോറി എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ എഴുതിയപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും എന്നെ അറിയപ്പെടുന്നതും മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ ഈ മിതമായ അറിവ് വെച്ച് എഴുതിയാലും അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനിപ്പോൾ കൂടുതലും മലയാളത്തിലാണ് എഴുതുന്നത്. അതെ, ഇതൊരു അപൂർവം കാഴ്ചയായിരുന്നു. ഞാൻ കുട്ടിക്കാലം മുതലേ ഭയങ്കര ഒരുക്കക്കാരിയാണ്. വീട്ടിൽ ഞാൻ ഇളയതായിരുന്നു. അപ്പോൾ മൂത്തതായിട്ടുള്ളവരെല്ലാം എന്നെ ഒരുക്കുമായിരുന്നു. പക്ഷെ അവരാരും ഒരുങ്ങിയില്ല. ഞാൻ ഒരുക്കക്കാരിയായിട്ട് തന്നെ ഇപ്പോഴും ഈ 60കളിലേക്കും കടന്നു. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവരും ഞാനിങ്ങനെ ഒരുങ്ങുന്നത് കൊണ്ട് എനിക്ക് സമ്മാനങ്ങളായിട്ട് തരുന്നതെല്ലാം ഇതുപോലെ വളയും മാലയും കമ്മലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലിപ്പോൾ ഒരു മിനി വെറൈറ്റി മോളാണ് അങ്ങനെ. അപ്പം പോരാങ്കിൽ എനിക്ക് ഫാഷൻ ഷോസിൽ പങ്കെടുക്കുന്ന സ്വഭാവം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എവിടെയും പോയി വാടകയ്ക്കൊന്നും എടുക്കേണ്ട കാര്യമില്ല, പുതിയത് വാങ്ങിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ള സാധനങ്ങൾ തന്നെ, വസ്ത്രങ്ങളായാലും ഇതുപോലെ സാമഗ്രാമികൾ, അക്സസറീസ് എല്ലാം തന്നെ എനിക്കുണ്ട്. അപ്പോൾ ഏത് ഫാഷൻ ഷോസിന് പോയാലും അതിന് വേണ്ടുന്ന, അത് മാത്രമല്ല ഇതിനു മുൻപ് ഇവിടെ ഷോർട്ട് ഫിലിംസൊക്കെ എടുത്തപ്പോഴും അവർക്ക് വേണ്ടുന്ന ഇങ്ങനെയുള്ള അക്സസറീസ് ഞാനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാഡത്തിൻ്റെ ഈ ജീവിതത്തിൽ പലതരം പ്രവർത്തനങ്ങൾ മാഡം ഏറ്റെടുത്ത് സന്തോഷകരമായിട്ട് നിർവഹിക്കുകയാണ്. ഇതിനെ മാഡം തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. സാഹിത്യകാരികൾ ഭയങ്കര ആഡംബരമായിട്ട് ഒരുങ്ങാറില്ല. കോട്ടൺ സാരി ഉടുക്കും, അല്ലെങ്കിൽ തുണിസഞ്ചി തൂക്കും, ഒരു രൗദ്രഭാവം, ഇങ്ങനെയൊക്കെയാണ് സാഹിത്യകാരികളെ കുറിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ മനസ്സിൽ ഉറച്ചിരിക്കുന്ന ഒരു ചിത്രം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാഹിത്യകാരികൾക്ക് ഒരുങ്ങാം, ഫാഷൻ ഷോസിന് പോകാം, കൃഷി ചെയ്യാം, അതുപോലെ തന്നെ പാടാം, ഡാൻസ് ചെയ്യാം. അങ്ങനെ ഒരു ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇന്ന ആൾ ഇന്ന ടൈപ്പ് ആയിരിക്കണമെന്നല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. സമൂഹത്തിന് ഒരു ദോഷകരമായിട്ടൊന്നും അല്ലാത്തത്, മറ്റുള്ളവർക്ക് ഉപകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചതായിട്ട് ഒരു അടയാളം രേഖപ്പെടുത്തി നമുക്ക് സന്തോഷത്തോടെ പോകാം. എപ്പോൾ വേണമെങ്കിലും മരിക്കാനായിട്ട് നമ്മൾ റെഡിയായിരിക്കണം. കാര്യം ഇന്നത്തെ ദിവസം നമുക്കുള്ളതാണ്. ഈ ഇന്നത്തെ ദിവസം എത്രമാത്രം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവോ നമുക്ക് ആത്മസംതൃപ്തി. നാളത്തെക്കുറിച്ച് നമുക്ക് ഒരു പ്രശ്നമില്ല. നാളെ മരിക്കാനാണെങ്കിൽ നമ്മൾ റെഡി ആയിരിക്കും. എല്ലാവരും ഓരോന്നും സ്വരൂപിച്ച് വെച്ച് സ്വത്തും കാര്യങ്ങളും, ഇതെല്ലാം ഇനി ആസ്വദിക്കാനുള്ളതാണ്, ഇനി അവർക്ക് കൊടുക്കാനോ കുടുംബത്തിന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടി പ്രാന്ത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് ഹാപ്പി. ഒരു ഫ്രൂട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു തൈ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സാധനം കൊടുക്കാനോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ചാരിറ്റി എല്ലാ ദിവസം എന്തെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് ആർക്കെങ്കിലും. കൊച്ചു കൊച്ചു സാധനങ്ങളായിരിക്കും. പക്ഷേ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്ന വഴി ഫ്രൂട്ട്സ് പറിച്ച് കാറിനകത്ത് ഇട്ടുകൊണ്ട് പോയി സെക്യൂരിറ്റിക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്ക് കൊടുക്കും, ഓഫീസിലുള്ളവർക്ക് കൊടുക്കും. ഇപ്പോൾ ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് സാഹിത്യ കൂട്ടായ്മകളിൽ കൊടുക്കും. അങ്ങനെ എന്തുമാത്രം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഓരോന്നും കൊടുക്കാൻ പറ്റുമോ, തിരിച്ച് പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ പറ്റുമോ, അതുമൂലം നമ്മൾ സന്തോഷമായിട്ട് രാത്രി ഒരു പ്രശ്നമില്ലാതെ ഒരു ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റുമോ. ഒരാൾക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പേഴ്സണലി ഇടപെട്ട് പ്രശ്നങ്ങളുണ്ടാക്കി അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി തടസ്സപ്പെടുത്തി അങ്ങനെ അവരെ മറ്റുള്ളവരെയൊക്കെ ദ്രോഹിച്ച് അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഉറക്കമില്ലാതെ കിടക്കുന്നതിനെ കഴിയും എന്തൊക്കെ കാര്യങ്ങൾ നല്ലത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ സംതൃപ്തിയോടെ ഒരു പുഞ്ചിരിയോട് കൂടി ഉറങ്ങാൻ കഴിയുന്നോ, അതാണ് ഒരു ദിവസത്തിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത്. അതിൽ ഞാൻ സംതൃപ്തിയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഇതേമാതിരി നാളെ വിളിച്ചാലും പോകാനായിട്ട് തയ്യാറെടുപ്പോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.